ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. ഇന്ന് നമുക്ക് പൈപ്പിംഗ് എങ്ങനെ വെക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പം പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ചിട്ടും അല്ലാണ്ട് എങ്ങനെ പൈപ്പിംഗ് വെക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റിച്ചിങ്ങുമായി അനുബന്ധിച്ചിട്ടുള്ള ടിപ്സ്, ട്രിക്സ്, ഐഡിയാസ് എന്നിവയ്ക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കാം. ഞാനിവിടെ ആദ്യം തന്നെ നെക്ക് കട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് നമുക്ക് എങ്ങനെ നെക്ക് കട്ട് ചെയ്യാൻ നോക്കിയേ. ആദ്യം തുണിയെ രണ്ടായി മടക്കുക. എന്നിട്ട് നെക്കിൻ്റെ വിഡ്ത്തില്ലേ, വീതി, അതെത്രയാണ് വേണ്ടത് നോക്കുക. എനിക്ക് 6 ഇഞ്ചാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ നേരെ പകുതി 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൂടെയല്ലേ നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നോക്കിയേ, 1/2 ഇഞ്ച് കുറച്ചിട്ടെടുക്കുക. അപ്പോൾ 2.5 ഇഞ്ച്. അപ്പോൾ 3 ഇഞ്ചാണ് 2.5 എടുക്കുക. അപ്പോൾ 2.5 നിങ്ങൾക്ക് വേണ്ടെങ്കിൽ 2 എടുക്കുക കേട്ടോ. അപ്പോൾ വീതിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചെടുക്കുക. അപ്പോൾ തുണിയിൽ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ, ക്യാൻവാസ് ആണെങ്കിൽ സെയിം അളവ് തന്നെ എടുക്കണം. പിന്നെ വേണ്ടത് വെച്ചാൽ ലെങ്ത്താണ്. ഓക്കെ, ലെങ്ത്ത് എത്രയാണോ കിട്ടുന്നത് ആ സെയിം തന്നെ. ഞാനിവിടെ 6 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് 2.5 താഴെയും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്ക്വയർ ആക്കിയിട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ റൗണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ക്വയറിലാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു അളവാണ് നമുക്ക് നെക്ക് വേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും അത് ചെയ്യാം. അപ്പോൾ ഞാനിത് പൈപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ റൗണ്ട് നെക്കാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഫ്രഞ്ച് കേവ് ഉപയോഗിച്ച് റൗണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കേവ് ആക്കി കൊടുത്താലും മതി. ഫ്രഞ്ച് കേവ് വേണമെന്നൊന്നുമില്ല. ഫ്രഞ്ച് കേവ് ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൗണ്ട് കിട്ടും. അത്രയേ ഉള്ളൂ. എന്നിട്ട് നോക്കി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ആദ്യം പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ചിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ത്രെഡ് ഇല്ലാത്തവർക്ക് നമ്മൾ സാധാ ക്രോസ് പീസില്ലേ, അത് മാത്രം ഉപയോഗിച്ചിട്ടും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 2 നെക്കിന് വേണ്ടി ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നോക്കിയേ, വേറൊരു പീസും കൂടി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മടക്കി വെച്ചതിന് ശേഷം 2 നെക്കും കൂടി ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് തുടക്കക്കാർക്ക് വരെ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അത് ഞാൻ ഇങ്ങനെ കൂടെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഏതൊരു മനുഷ്യന്മാരല്ലേ, പെട്ടെന്ന് മറവി സംഭവിക്കും. അതുകൊണ്ടാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. നോക്കിയേ, നല്ല പെർഫെക്റ്റ് റൗണ്ടായില്ലേ. ഇനി നമുക്ക് വേണ്ട ക്രോസ് പീസ് കട്ട് ചെയ്യാനാണ് വേണ്ട. അതിന് മുമ്പ് പൈപ്പിംഗ് ത്രെഡ് ഉണ്ട്. ഈ ഒരു ത്രെഡിനെ ഇപ്പോൾ കുറേ മുമ്പേ വാങ്ങിയത്, 30 രൂപയായിട്ടാണ് തോന്നുന്നു വന്നത് ആ ടൈമിന്. ഒരു ത്രെഡ് നമ്മൾ ഈ ഒരു റൂള് വാങ്ങിക്കാൻ എത്രയോ നാളത്തേക്ക് എത്തും. നെക്കിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കാം. അതിനേക്കാളും കുറച്ച് കൂടുതലാക്കിയിട്ട് എടുക്കുക കേട്ടോ ഈ പൈപ്പിംഗ് ത്രെഡ്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നെക്കിൻ്റെ അളവിന്. അപ്പോൾ ഫസ്റ്റ് ഒരു നെക്ക് എങ്ങനെ, ഈ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള നെക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇന്ന് നോക്കി ആദ്യം തന്നെ ഒരു സ്ട്രൈറ്റ് അല്ല, ഒന്ന് ക്രോസ് ആക്കിയിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കി ഈ സ്കെയിലിൻ്റെ അളവിലാണ് ഞാൻ പിന്നെ ബാക്കി ലൈനെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ ഇങ്ങനെ കാണുന്നത് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതാണെന്ന് വിചാരിക്കേണ്ടത്. ഇത് ക്രോസ് പീസാണ് കേട്ടോ എടുക്കുന്നത്. ഈ തുണി വെച്ചത് ശ്രദ്ധിച്ചാൽ മതി. ഇതിങ്ങനെ കോർണറിലേക്ക് ആ ഒരു രീതിയിലാണ് ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരിക്കലും കട്ട് ചെയ്യരുത്. ഇത് ക്രോസ് പീസ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ചെരിച്ച് വരണിട്ട് നമ്മൾ സ്ട്രെച്ച് നമ്മൾ ഇത് ഈ ക്രോസ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിക്കുന്നേരം ഒരു വെലിഞ്ഞ് വരിക. നമ്മൾ ബനിയൻ മോഡലെല്ലാം വലിയുന്നത് പോലെ വെലിഞ്ഞ് വരും. ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള കട്ട് ചെയ്തതിനാൽ ആ വെലിഞ്ഞ് വരില്ല കേട്ടോ. ഇത് നമ്മൾ ഈ നെക്കിന് ആവശ്യമായിട്ടുള്ള കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ളതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്കെയിൽ എന്ന് വെച്ചാൽ 1.25 വീതി വരുന്നുണ്ട്. ആ 1.25 ഇതിൽ എടുക്കുന്നത്. അല്ലെങ്കിൽ 1 ഇഞ്ച് എടുത്താലും മതിയാവും കേട്ടോ. 1 ഇഞ്ച് അളന്നിട്ട് നമ്മളിങ്ങനെ പോയിന്റ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ പൈപ്പിംഗ് ഈ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതെല്ലാം വളരെ എളുപ്പ വഴിയെല്ലാം ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കുക, ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇത് നോക്കിയേ, നമ്മൾ കട്ട് ചെയ്തെടുത്ത്. ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ പൈപ്പിംഗ് ഇല്ലാതെ ഞാൻ ചെയ്യുന്നുണ്ട്, ക്രോസ് പീസ് മാത്രം ഉപയോഗിച്ച് നോക്കിയേ. 1.25 മാർക്ക്. ഇതിൽ 1.25 എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ തയ്യൽ തുമ്പും കൂടി കാണാത്ത രീതിയിൽ പൈപ്പിംഗ് വെക്കുന്ന ഈ ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നത്. അതിനും വേണ്ടിയിട്ട് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കുക. ഏതായാലും ഞാനിപ്പോൾ മറ്റേ പീസ് കട്ട് ചെയ്തല്ലേ, അപ്പോൾ പിന്നെയും കട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചാൽ അതും കൂടി അവിടെ കട്ട് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ ഇത് രണ്ടാമത്തെ നെക്കിന് വേണ്ടിയിട്ടാണ് ഈ കട്ട് ചെയ്യുന്നത്. ഒന്ന് ഓർക്കണേ, ഇത് 1.25 ഇഞ്ചിലാണ് കട്ട് ചെയ്തത്. ആദ്യം കട്ട് ചെയ്തത് 1.25 ഇഞ്ചിൽ. ഓക്കെ, ഈ പൈപ്പിംഗ് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തത് 1.25 അതോ 1 ഇഞ്ച് മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് 1.25 ഇഞ്ചിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അത് ഞാൻ മാറ്റി കുറേ പ്രാവശ്യം പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞാൽ ചിലർക്ക് കൺഫ്യൂഷൻ ആവും. ചിലർക്ക് ഇപ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തവണ മാത്രം പറഞ്ഞാൽ ഓർമ്മയില്ല ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞമല്ലേ പറയുന്നത്. ഓക്കെ, നമുക്കിതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ടെല്ലാം കഴിഞ്ഞു. നമ്മൾ ഈ പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ച് ചെയ്യുന്നേരം ഫൂട്ട് മാറ്റി കൊടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിബ്ബർ ഫൂട്ടില്ലേ, അപ്പോൾ 1 സൈഡ് മാത്രമുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 സൈഡ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീനിലല്ലേ എൻ്റെ അടുത്തുള്ളത്, അതിൽ 2 സൈഡ് വരുന്നതാണുള്ളത്. ഇതിപ്പോൾ 1 സൈഡ് വരുന്നതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്.
എങ്ങനെയാണ് ക്രോസ് പീസ് യോജിപ്പിക്കാൻ നോക്കിയേ. 2 പീസ് ഇങ്ങനെ വെക്കുക. കറക്റ്റ് ഇതിൽ ഞാൻ മുന്നുള്ള വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നോക്കിയേ, അല്ലാണ്ട് നമ്മൾ നേരെ വെച്ചിട്ട് ഒരിക്കലും ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഈ ഒരു രീതിയിലാണ് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇവിടെ ക്രോസ് പീസ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ നെക്കിന് വേണ്ടിയിട്ടുള്ള റെഡിയായി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നെക്കിന് ഇത്ര വലിപ്പമൊന്നും വേണ്ടിയില്ല കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് യോജിപ്പിക്കാൻ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഒരു പീസ് മതിയാവും ഈ നെക്കിന്, അത് കറക്റ്റായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കേ. പൈപ്പിംഗ് ത്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ക്രോസ് പീസിൻ്റെ മോശവശമില്ലേ, അതിൻ്റെ മധ്യത്തിലായിട്ട് നമുക്ക് ഈ പൈപ്പിംഗ് ത്രെഡ് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് ഈ പുറത്ത് കാണത്തക്ക രീതിയിലാണ് വെക്കേണ്ടത്. എന്താ വെച്ചാൽ പെട്ടെന്ന് ഇത് ഊരിപ്പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് പുറത്തേക്ക് തള്ളി വെച്ചതിന് ശേഷം മധ്യത്തിൽ വെച്ചിട്ട് ക്രോസ് പീസ് നമുക്കിതാ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പം മധ്യത്തിലായിരിക്കണേ പൈപ്പിംഗ് ത്രെഡ് ഉണ്ടാവുക, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ത്രെഡും ഈ ഒരു ക്രോസ് പീസുമായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇളകിപ്പോകുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അധിക പേരും തയ്ക്കുമ്പോൾ നൂലും പെട്ടെന്ന് അയിഞ്ഞു പോകുന്നില്ലേ, അതിനുള്ളൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ആ ഒരു ഇത് കണ്ടെത്തും പോലത്തെ ഒരു സാധനം അതിനെ മുകളിലേക്കാക്കി വെക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ചെറിയ നൂലാണെങ്കിലും അയിഞ്ഞു പോകില്ല കേട്ടോ സൂചിന്ന്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. തയ്ക്കുന്നേരം അതെപ്പോഴും മുകളിലേക്ക് ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ നൂലഴിയാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചെല്ലാം ചെയ്ത് പിന്നെ മാറ്റിയിട്ട് വേറൊന്ന് സ്റ്റിച്ച് ചെയ്യുന്ന പെട്ടെന്ന് നൂല് കഴിയുന്നേരം ദേഷ്യം വരില്ലേ. എനിക്കങ്ങനെയാണ്, സ്റ്റിച്ച് ചെയ്യുന്നേരം പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തീരണം. ഈ നൂലിടക്കിടക്ക് കഴിയുന്നേരം നല്ല ദേഷ്യം വരുന്നത്, പിന്നെ അതവിടെ ഇട്ടിട്ട് അങ്ങ് പോവുക ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നൂല് കഴിയാതെ തന്നെ അവിടെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ എക്സ്ട്രാ എന്താ പറയുക, ഒരു ചെറിയൊരു തുണിക്കഷ്ണം അവിടെ വെക്കുക മിഷ്യൻ്റെ അവിടെ. അപ്പോൾ ഓരോന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയാക്കി കഴിഞ്ഞാലും നമ്മൾ ഈ നൂല് പൊട്ടിപ്പോക്കോ നൂലയ്യലോ നൂല് കുടുങ്ങലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൽ നല്ല കുറേയെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും. അതിൽ ഞാൻ വേണമെങ്കിൽ ഒരു ടിപ്സ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് നോക്കിയതാ ഈ പൈപ്പിംഗ് ത്രെഡ് എവിടം വരെ വരുന്നത് അവിടം വരെ നമ്മളൊന്ന് ഈ ഒരു കറക്റ്റ് ഈ പൈപ്പിംഗ് ത്രെഡിൻ്റെ തറ്റ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ത്രെഡിൽ കൊള്ളാതെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ആ എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതാ നെക്കിൽ എങ്ങനെയാണ് ഈ ഒരു ഇത് വെച്ച് കൊടുക്കാൻ നോക്കേ. ഇതിപ്പോൾ നെക്കിന് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വശം ഓപ്പൺ സൈഡും ഒരു വശം ത്രെഡുള്ള വശമല്ലേ വരുന്നത്, പൈപ്പിംഗ് ത്രെഡുള്ളത്. ഇപ്പോൾ നോക്കിയതാ ഓപ്പൺ സൈഡും ആ നെക്കിൻ്റെ തുടക്കവും തമ്മിൽ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ആ പൈപ്പിംഗ് ത്രെഡിൻ്റെ ആ ഒരു വശത്തിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ. ആദ്യം നമ്മൾ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ആ ഒരു സ്റ്റിച്ചിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പം ത്രെഡിൽ കൊള്ളാതെ, ഇപ്പോൾ ഈ ഏതായാലും സിബ്ബർ ഫുട്ട് ആയതുകൊണ്ട് തന്നെ ഈ ത്രെഡ് കിടക്കില്ല കേട്ടോ. ആ കറക്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ പതിയെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുക. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നേരം ഒരിക്കലും നമ്മൾ തിരക്കൂട്ടി സ്റ്റിച്ച് ചെയ്യരുത്. വളരെ സ്ലോയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അത് ഞാൻ എന്നും പറയുന്നൊരു കാര്യമാണ്. എത്ര നമുക്ക് സ്ലോ ആക്കാൻ പറ്റും അത്രയും സ്ലോയിൽ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ പൈപ്പിംഗ് വെക്കുന്ന വീഡിയോ എല്ലാം കാണുന്നവരെല്ലാം തുടക്കക്കാരായിരിക്കുമല്ലോ അധിക പേരും. അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിന് ഈ ഒരു ക്രോസ് പീസ് കറക്റ്റ് വെച്ചതിന് ശേഷം ചുറ്റും പിന്നെ കുത്തി വെക്കുക. എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യേ. അല്ലാണ്ട് നമ്മളിപ്പോൾ ആദ്യം ഇതിങ്ങനെ ഒരു ഏകദേശം ഒരളവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലയിടത്ത് വലുതും ചിലയിടത്ത് ചെറുതുമായി മാറും. അതുകൊണ്ട് കറക്റ്റ് അളവ് വെച്ചിട്ട് പിന്നെ കുത്തിയതിന് ശേഷം സാവകാശം സ്റ്റിച്ച് ചെയ്താൽ മതി. ഒട്ടും തിരക്ക് കൂട്ടണ്ട, പതിയെ സ്റ്റിച്ച് ചെയ്താൽ അതിന് കണക്കായിട്ട് നമുക്ക് റിസൾട്ടും കിട്ടുവേ. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ കറക്റ്റ് നോക്കിയാൽ നല്ല അടിപൊളി നെക്ക് ഇവിടെ റെഡിയായി. എന്നിട്ട് ഈ സിബ്ബർ ഫൂട്ട് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിലുള്ള സിബ്ബർ ഫൂട്ടില്ല, ഇത് നമ്മൾ ഇപ്പുറം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, സിബ്ബർ ഫൂട്ട് മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഇത് നോക്കിയാൽ വൺ സൈഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വശം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കറക്റ്റ് തറ്റ വെച്ചിട്ട് തന്നെ ഈ ബ്ലാക്ക് പീസിലും അതുപോലെ നമ്മുടെ ടോപ്പ് പീസിലും കൊള്ളാതെ തറ്റ വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ ചുറ്റും ഒന്ന് നമുക്കിത് പതിയെ സ്റ്റിച്ച് ചെയ്താൽ മതി, തിരക്കൊന്നും കൂട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ നെക്ക് തന്നെ റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഓക്കെ കേട്ടോ. നെക്കിൻ്റെ സ്റ്റിച്ച് കറക്റ്റായാൽ തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഏകദേശം ഒരു പകുതി വരെ ഓക്കെ ആയി. ഇനി ബാക്കിയേ പിന്നെ നമ്മൾ നോക്കണ്ടുള്ളൂ. അപ്പം നെക്കെല്ലാം ചെയ്യുന്നേരം നമ്മൾ വളരെ സാവകാശം തന്നെ ചെയ്യുക. മറ്റുള്ള നമ്മൾ കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കിയാലും സാരമില്ല. നെക്ക് ചെയ്യുന്നേരം വളരെ സാവകാശം തന്നെ ചെയ്യാൻ ശ്രമിക്കണേ എല്ലാവരും. തിരക്കിട്ടിട്ടൊന്നും ചെയ്യാൻ പാടില്ല, വളരെ മെല്ലെ ചെയ്യുക. എന്നിട്ടൊന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ലോണം അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്ക് അടിപൊളിയായിരിക്കും കേട്ടോ, പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് നോക്കി. എന്നിട്ട് ഞാനൊരു
അരയിഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ബാക്കിലുള്ള ഈ ഒരു ഇതില്ലേ തുണി നമ്മൾ ക്രോസ് പീസിൻ്റെ അതിങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് തള്ളി നിൽക്കുന്നതിന് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇതാ ലാസ്റ്റ് റിസൾട്ട് ഇതാണ്. ഇനി അടുത്ത നെക്ക് എങ്ങനെയാണ് ചെയ്യാൻ ഇത് നോക്കിയേ. ഇതാ ഈ 2 ക്രോസ് പീസും അതുപോലെ തന്നെ വെച്ച് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല എങ്ങനെയാണ് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. നോക്കിയേ, ഇതാ 2 വശം ഇതാ ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് എന്തായാലും 2 വശം തന്നെ വേണം കേട്ടോ. എന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു ചെറുതല്ല, അധികം മറ്റേതുപോലത്തെ അത്ര വലുപ്പമില്ലല്ലോ, വലുപ്പം കുറവാണ് കേട്ടോ ഈ ഒരു പീസ്. അതുകൊണ്ട് ഇതാ 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.25 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നോക്കിയേ, ഇതിൻ്റെ മോശവശം ഉള്ളിലോട്ടാക്കിയിട്ട് ഈ പുറമേ വരുന്ന നല്ല വശമാണ്, മോശവശം ഉള്ളിലോട്ടേക്കാക്കിയിട്ട് നേരെ മടക്കി കൊടുക്കുക. നോക്കിയതാ കണ്ട, നേരെ മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, ഒരു തട്ട വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക ഫുള്ളായിട്ട്. ഇവിടെ ഇതാ ഞാൻ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഈ 2 എഡ്ജും ഇല്ലേ, അതിലൊരു എന്താ പറയുക കോണലായിട്ടുള്ള അവിടെയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. ഇനി നമുക്ക് നെക്കുമായിട്ട് എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് നോക്കാം കേട്ടോ. ഇതാ നെക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് എങ്ങനെയാണ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് നോക്കിയേ. ഇതാ ഇതിൻ്റെ ഫോൾഡ് ചെയ്ത വശമല്ലേ ഈ ഓപ്പൺ സൈഡ് ഇതിൻ്റെ തറ്റക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഒരു 1/2 ഇഞ്ചോളം നമ്മൾ എടുത്തിട്ടില്ലേ തയ്യൽ തുമ്പ്, മറ്റേതിൻ്റെ സെയിം അളവിനല്ലേ ഇതെടുത്ത് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ചുറ്റും ഒന്ന് പതിയെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ക്രോസ് പീസിന് ചെയ്തതുപോലെ തന്നെ, പക്ഷേ ക്രോസ് പീസിൻ്റെ നമ്മൾ ഈ പൈപ്പിംഗ് ത്രെഡിൻ്റെ തറ്റ വെച്ചിട്ട് ചെയ്തു. ഇതങ്ങനെയല്ല, ഇതൊരു 1/2 ഇഞ്ച് വെച്ചിട്ട് മാത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ നെക്ക് ചുറ്റും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ ഓരോരോ നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. ആ ഈ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നോച്ചിട്ട് കൊടുക്കാൻ, അപ്പോൾ കുറച്ച് കൂടുതൽ നോച്ചിട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതിൻ്റെ സാധാരണ തയ്യൽ തുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ ആ ഒരു വശത്തേക്കല്ല മാറ്റി കൊടുക്കുക. ഇത് നോക്കിയേ, തയ്യൽ തുമ്പ് ഈ ടോപ്പിൻ്റെ ആ ഒരു വശത്തേക്കാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം കൈ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അയൺ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. കൈ വെച്ച് പ്രസ്സാക്കുന്നതിന് കുറച്ചും കൂടി ടൈം എടുക്കും. പക്ഷേങ്കിൽ നമ്മൾ അയൺ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ വൃത്തി കാണാൻ. എന്നിട്ട് നമുക്ക് നോക്കിയേ പൈപ്പിംഗ് എത്രത്തോളം വേണം എന്നുള്ളത് നോക്കുക. എന്നിട്ട് കറക്റ്റ് ആ ഒരു അളവ് വെച്ചിട്ട് ചുറ്റും ഒന്ന് മടക്കിയിട്ട് ഓരോരോ മൊട്ട് സൂചി അവിടെ ചുറ്റും തന്നെ ഒന്ന് കുത്തി കൊടുക്കണേ. അപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ തുടക്കക്കാരിൽ ഈ മൊട്ട് സൂചി കുത്താതെ ചെയ്യരുത്. എന്താ വെച്ചാൽ ചിലയിടത്ത് വലുതും ചിലയിടത്ത് ചെറുതും ആയിപ്പോ കേട്ടോ. അതുകൊണ്ട് ഇതാ കറക്റ്റ് അളവ് വെക്കുക. എന്നിട്ട് ചുറ്റും മൊട്ട് സൂചി കുത്തിയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. ഇത് സാധാ നോർമൽ ഫൂട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. നോക്കിയേ, ആ ഒരു ഫൂട്ടിൻ്റെ ആ ഒരു അളവിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. എന്താ വെച്ചാൽ തറ്റ വെച്ചിട്ടൊന്നുമല്ല, ഞാനിപ്പോൾ ഈ രണ്ടും കൂടിയിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചായിട്ടാണ് കൊടുക്കുന്നത്. മറ്റേ ഞാൻ ആദ്യം ചെയ്ത പൈപ്പിംഗ് ത്രെഡിൽ 2 സ്റ്റിച്ച് കൊടുത്തിട്ടില്ലേ, ഇവിടെ ഞാൻ ഒരു സ്റ്റിച്ച് മാത്രമാണ് കൊടുക്കുന്നത്. നോക്കിയേ, വേണമെങ്കിൽ നമുക്ക് തറ്റ വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കാം. ഞാനിത് ഒരു സ്റ്റിച്ച് മാത്രം കൊടുത്തിട്ട് നന്നായി അയൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെക്കെല്ലാം തന്നെ നല്ലവണ്ണം എല്ലാ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതുമാത്രമല്ല ചെറിയ ചുളിവും കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം മാറിക്കിട്ടും. എന്തായാലും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഉടനെ അയ്യോ അത് ചുളിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ നമുക്ക് അയൺ ചെയ്താൽ നല്ല ഭംഗിയായി കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ബിഗിനേഴ്സിനെല്ലാം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. ഇനി നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ടിപ്സും ട്രിക്സും എല്ലാം കൊണ്ടും വരാം. ഇത് നോക്കിയേ, 2 ബാക്ക് സൈഡ് ഇപ്പോൾ ഞാനിപ്പോൾ നോക്കിയേ നല്ല ഒരു നീറ്റ് ഇത് 18 കേട്ടോ. അവിടെ ഞാനൊന്ന് ഒരു 2 സ്റ്റിച്ച് കൊടുത്തിട്ടില്ലേ, എന്നിട്ട് അയൺ ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല ഭംഗി തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയറും കൂടിയും ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.